ചെയ്തേക്കുക. കമ്പനി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാസ്ക് അപ്ലൈ ചെയ്യുന്നത് ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനുള്ള പാക്കൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഹെയർ ഡൈയുടെ ചെയ്യാൻ പോകുന്നത് നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ. അതിൻ്റെ ഫസ്റ്റ് പാക്കാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഫസ്റ്റ് പാക്കിന് നമുക്ക് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെയാണ് പാക്ക് റെഡിയാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് മൈലാഞ്ചി വേണം, പിന്നെ നെല്ലിക്കപ്പൊടി വേണം, പിന്നെ വേണമെങ്കിൽ, നിർബന്ധമില്ല, വേണമെങ്കിൽ നമുക്കൊരു പകുതി നാരങ്ങ, ചെറുനാരങ്ങയുടെ പകുതി അത് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. കുറച്ചും കൂടി കളർ കിട്ടാനാണ്. അത് നിർബന്ധമില്ല കേട്ടോ. ചിലവർക്ക് ഈ നാരങ്ങ പിഴിഞ്ഞ് തേക്കുമ്പോൾ തല ഭയങ്കര ചൊറിച്ചിലുണ്ടാവും വാഷ് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ അത് നിർബന്ധമില്ല, വേണമെങ്കിൽ മതി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്യണതെന്ന് കാണിച്ചു തരാം കേട്ടോ. അതിലേക്ക് വേണ്ടത് നമുക്ക് മൈലാഞ്ചിപ്പൊടി ഒരു 3 സ്പൂൺ വേണം കേട്ടോ. 3 സ്പൂൺ മൈലാഞ്ചിപ്പൊടി ഇടാം. പിന്നെ 2 സ്പൂൺ നെല്ലിക്കപ്പൊടി ഇടാം. കണ്ടോ. ഇനി ആവശ്യത്തിന് നമ്മൾ ഒരു 1.5 ഗ്ലാസ്സോ, അത് ഓരോരുത്തർക്കും എന്തോരം വേണോ അതനുസരിച്ചിട്ടാണ് കേട്ടോ. കട്ടൻ ചായ തിളപ്പിക്കാം. 1.5 ഗ്ലാസ് വെള്ളത്തിൽ 3 സ്പൂൺ തേയിലപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കേട്ടോ. അപ്പോൾ ഇത് ഒഴിക്കാം. ഇത് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നെല്ലിക്ക, ഈ ചെറുനാരങ്ങ വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ആവശ്യത്തിന് കുറേശ്ശെ നമുക്ക് ഇത് വെള്ളം അധികം ആവരുത് കേട്ടോ. വെള്ളം അധികം ആകുമ്പോൾ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ വീഴും. അപ്പോൾ നിങ്ങൾ എപ്പോഴും എണ്ണമെഴുക്ക് ഉണ്ടാവരുത് കേട്ടോ. തലമുടിയിൽ എണ്ണമെഴുക്ക് കളയണം കേട്ടോ. തലേ ദിവസം ഉലുവ ജെല്ലോ അതോ നെല്ലിക്കപ്പൊടി ഇട്ടിട്ടോ നമ്മൾ എണ്ണയൊക്കെ കളയണം കേട്ടോ. അല്ലെങ്കിൽ ചെമ്പരത്തി താളി തേച്ചാലും മതി. എണ്ണമെഴുക്ക് ഉണ്ടെങ്കിൽ ഇത് പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തല എപ്പോഴും എണ്ണമെഴുക്കൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ തേക്കാനായിട്ട്. ആവശ്യത്തിന് ഇതുപോലെ മിക്സ് ചെയ്ത് തേക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ പേസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ വെളുത്ത മുടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ നിറച്ചും വെളുത്ത മുടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൈഡ് ആദ്യം അപ്ലൈ ചെയ്യാം ഇങ്ങനെ. പിന്നെ ഈ സൈഡ് കൃതാവിൻ്റെ അവിടെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ടായി. ഇനി നമ്മൾ ഇവിടുന്ന് സൈഡ് എടുത്തിട്ട് കുറേശ്ശെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇതുകൊണ്ട് തന്നെ മുടി ഇതുപോലെ വേർതിരിക്കാം. എന്നിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത മുടി എടുക്കാം, ലെയർ എടുക്കാം. ഇങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത എടുക്കാം. പിന്നെ ഇതുപോലെ നടുക്കിട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ സൈഡ്. രണ്ടിലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്കിലേക്ക് അടിച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഇതുപോലെ ലെയറായിട്ട് ഇങ്ങനെ എടുക്കാം.
ഇങ്ങനെ അറ്റം വരെ എടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കാണുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യാം. പിന്നെ സെൻറ്ററാക്കി എടുക്കാം. ഒരുവിധം ആയിട്ടുണ്ട്, അകത്തുമൊക്കെ ആയിട്ടുണ്ട്. ഇത് മുടിയിലേക്ക് ആക്കണ്ടേ. താഴെ അതിനായിട്ട് നമുക്ക് വിരലുകൊണ്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് വിരലുകൊണ്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പിന്നെ നീലാമരി അപ്ലൈ ചെയ്യുമ്പോൾ വിരലും കൈയൊക്കെ ബ്ലാക്ക് ആവും. അതിന് പകരം നമ്മൾ ഗ്ലൗസ് ഇട്ട് ചെയ്താൽ നന്നാവും കേട്ടോ. എടുക്കാം. തിരിച്ച് ഇങ്ങനെ കറക്കി കൊടുക്കാം കേട്ടോ അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മളിങ്ങനെ തേക്കുമ്പോൾ കറക്കി കൊടുത്തിട്ട് പരത്തിയിടാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടിടത്തൊക്കെ മാസ്ക് കിട്ടും. ഇങ്ങനെ മുഴുവനായിട്ട് നമുക്കിതുപോലെ അപ്ലൈ ചെയ്യാം.
പിന്നെ ഇതുപോലെ സൈഡ് ഇപ്പോൾ ഇതുപോലെ വേണം അപ്ലൈ ചെയ്യാൻ കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, നമുക്ക് കൂടുതൽ സമയം നിൽക്കുമ്പോൾ കൂടുതൽ കളർ കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നീലാമരി വെറുതെ വെള്ളത്തിൽ കലക്കി അത് ഇതുപോലെ പേസ്റ്റാക്കി വയ്ക്കുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതും വാഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടും കേട്ടോ. ഈ നരച്ച മുടിയാണെങ്കിലും അതൊക്കെ ആദ്യം മഞ്ഞ കളറാകും. പിന്നെ ഈ ഇൻഡിഗോ പൗഡർ, നമ്മൾ നീലാമരി വയലറ്റാണ്, അത് ഈ ബ്രൗൺ കളറിനോട് കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആവും മുടി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ തന്നെത്താനെ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം ഫുള്ള് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാൻ പറഞ്ഞു. അപ്പം സ്വന്തമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇതേ പറ്റാറുള്ളൂ കേട്ടോ. എനിക്ക് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു, മായാമേനോൻ ഹെയർ കെയർ ചാനൽ. അതിൽ ഞാൻ ഫുള്ള് അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ അത്രയും നല്ലത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ജോലിയൊക്കെ ചെയ്യാം. പിന്നെ ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഇത് കുളിക്കാറാവുന്ന സമയത്ത് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് മാസ്ക് തേക്കുന്ന വിധം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ.